സംസ്ഥാന ഗവർണർമാർക്ക് ഏതറ്റം വരെ അവരുടെ അധികാരം പ്രയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായ സുപ്രീം കോടതിയുടെ വിധി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജസ്റ്റിസ് JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് ഗവർണർമാരുടെ അധികാരത്തിന് പരിധി നിശ്ചയിച്ചത്. നമുക്കറിയാം, വളരെ കാലമായിട്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുന്ന ഗവർണർമാർ കേന്ദ്ര സർക്കാരിൻ്റെ ആശയാഭിലാഷങ്ങൾ ആ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷ സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാ നിയമനിർമ്മാണങ്ങളും തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് മാറുകയുണ്ടായി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തമിഴ്നാട് ഗവർണർ ശ്രീ രവി, RN രവി. അദ്ദേഹം തമിഴ്നാട് സർക്കാർ നിയമസഭ പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും കഴിയുന്നത്ര തടസ്സപ്പെടുത്തുക, അത് പിന്നീട് പ്രസിഡന്റിനെ അയക്കുക, അത് രണ്ടാമത് നിയമസഭ പാസ്സാക്കി വന്നാൽ പോലും അംഗീകരിക്കാതിരിക്കുക. ഈ രീതിയിൽ ഭരണഘടനയിൽ എവിടെയും വിഭാവനം ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനെതിരായിട്ടാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അത് പ്രധാനമായും യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് മാറ്റി മുഖ്യമന്ത്രിയിലാക്കുന്ന കാര്യവും നിയമസഭ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഇത്തരം ബില്ലുകൾ വളരെ യാതൊരു കാരണവുമില്ലാതെ വൈകിപ്പിക്കുന്ന സംഭവം കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ 7 ബില്ലുകൾ ഇപ്പോൾ മുൻ ഗവർണറാണ് തടഞ്ഞു വെച്ചു, പക്ഷേ ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളവും ഇതുപോലെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കേസിൽ ഉടനെ തന്നെ വിധിയുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ സുപ്രീം കോടതി ഗവർണർമാരുടെ അധികാരത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്? പ്രധാനമായും സുപ്രീം കോടതി ഇക്കാര്യത്തിലെടുത്ത നിലപാട് ഗവർണറുടെ പദവി ഭരണഘടനാദത്തമായ ഒരു സംസ്ഥാന തലവൻ എന്നുള്ളതിൽ നിന്ന് ഉപരിയായിട്ട് ഗവർണർമാരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിത്തീർക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. നിയമപരമായി നമ്മുടെ നിയമസഭകൾ പാസ്സാക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ സർക്കാർ പാസ്സാക്കുന്ന നിയമങ്ങൾ, അതിന് ഔപചാരികമായ അംഗീകാരം നൽകുക, അത് സെക്ഷൻ 200 അനുസരിച്ച് പ്രസിഡന്റ് നൽകേണ്ടതാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് അനുവാദം ആവശ്യമാണ്, അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കുവാനാണ് ഗവർണർമാർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്തൊരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ ഗവർണർമാർക്ക് അതിൻ്റെ ഭരണ ചുമതല കൈവരാറുണ്ട്, അത്തരം അസാധാരണമായ സാഹചര്യങ്ങൾ. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ദൈനംദിന ഭരണ ചുമതലകളുടെ ഭാഗമായി സർക്കാരുകൾ പാസ്സാക്കുന്ന ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞു വെച്ചുകൊണ്ട് ആ സംസ്ഥാനത്ത് ഒരു ഭരണ തടസ്സം ഉണ്ടാക്കുവാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്നാണ് വ്യക്തമായിട്ടും സുപ്രീം കോടതിയുടെ വിധിയിൽ വരുന്നത്. കൂടാതെ തമിഴ്നാട് ഗവർണർ തടഞ്ഞു വെച്ച ബില്ലുകളെല്ലാം തന്നെ പാസ്സായതായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം ഗവർണറുടെ അംഗീകാരം എന്നുള്ളത് വളരെ നോമിനലായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഈ ബില്ലുകൾ ഉണ്ടാക്കാനോ നിയമങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള അധികാരം അതാത് നിയമസഭകളിലും, അതുപോലെ ആ നിയമസഭകൾക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ അല്ലാത്ത കൺകറന്റ് ലിസ്റ്റിലോ അല്ലെങ്കിൽ നാഷണൽ ലിസ്റ്റിലോ വരുന്ന കാര്യങ്ങൾ അത് നേരിട്ട് മുകളിലേക്ക് അയക്കുക. ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ ചുമതലകൾ മാത്രമാണ് ഗവർണർക്ക് നിർവഹിക്കാനുള്ളത് എന്ന് ഈ വിധിന്യായത്തിലൂടെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ 1983
ജസ്റ്റിസ് സർക്കാരിയയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു, അത് ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട്. ആ കമ്മീഷൻ 88 ജനുവരിയിലാണ് ആ കമ്മീഷൻ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പല ശുപാർശകളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ശുപാർശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പാനലിൽ നിന്നായിരിക്കണം കേന്ദ്ര സർക്കാർ ഗവർണർമാരെ നിയമിക്കേണ്ടത്. അതുപോലെ തന്നെ ആ നിന്നുള്ള ആളായിരിക്കരുത് ഒരു സംസ്ഥാനത്ത് ഗവർണറായി വരണം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളായിരിക്കണം. അതുപോലെ പൊതുരംഗത്ത് വളരെയധികം കഴിവും പ്രാഗല്യവും തെളിയിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം ഗവർണർ. എന്നീ കാര്യങ്ങളൊക്കെ സർക്കാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ശുപാർശകളായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാനമാണ് അവിടെ ഒരു പാനൽ നൽകേണ്ടത്. ആ പാനലിൽ നിന്നായിരിക്കണം കേന്ദ്രം ഗവർണറെ നിയമിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുകയോ സർക്കാർ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളുടെ മുകളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനവും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. 1600ഓളം പേരുള്ള വലിയൊരു റിപ്പോർട്ട് സർക്കാർ കമ്മീഷൻ സമർപ്പിച്ചെങ്കിലും അതിൻ്റെ മുകളിൽ അതിലെ സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച്, ഗവർണറുടെ അധികാരങ്ങൾ, ഗവർണറുടെ നിയമന രീതി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പിന്നീട് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ആ തീരുമാനങ്ങൾ ഉണ്ടാവാത്തതിൻ്റെ ഫലമാണ് ഇത്രയും വർഷങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ തന്നെ ധാരാളം രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായ സമയത്ത് ഭരണം ഇപ്പോൾ ശിവസേനയും അതുപോലെ തന്നെ BJPയും തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞ് അടുത്ത ഭരണം ഉണ്ടാക്കുന്ന ആ സമയത്തൊക്കെ ധാരാളം ആനുകൂല്യങ്ങൾ, അതായത് പാർട്ടിയിൽ നിന്ന് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത MLAമാരെ പുറത്താക്കുന്നതിലുൾപ്പെടെ ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം നടപടികൾ ഉണ്ടാവുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാനുസരണം, അവരുടെ ആവശ്യാനുസരണം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗവർണർമാരുടെ ചുമതല എന്നുള്ളതാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് കണ്ടുവരുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പൂർണ്ണ വിരാമമിടാൻ ഇന്നത്തെ ഈ സുപ്രീം കോടതി വിധിക്ക് സാധിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുവാനുള്ളത്. നമ്മുടെ ഏറ്റവും ഉന്നതമായ ന്യായാലയത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിധി തികച്ചും സ്വാഗതാർഹമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഈ വിധി ഒരു നിർണായകമായ പങ്കുവഹിക്കും എന്നും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്.